ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പനിയൊക്കെയാണ് കേട്ടോ ഗൈസ്. സൗണ്ടൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് പുറത്തോട്ട് പോകുന്നത്. ഈ പുറത്തോട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ്. ഈ സൗണ്ടൊക്കെ നന്നായിരിക്കും കാണി. ഇത് തുറന്നതിൻ്റെ സൗണ്ടാണ് ഗൈസ്. നമ്മൾ റോഡ് പണിയൊക്കെ തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പം അതിൻ്റെ കുറച്ച് ഇതായിട്ട് കിടക്കുക. ഇവിടെ ഇല്ല, വണ്ടി എടുത്തുകൊണ്ട് വരാം. നേരെ റോഡ് പണി തഴേന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പണി തീരുമ്പോൾ നമ്മുടെ ഇവിടെ സെറ്റായിരിക്കും. വണ്ടി നടക്കുന്നു, വണ്ടി എടുക്കട്ടെ ഗൈസ്. നമ്മൾ അവിടുന്ന് നേരെ വന്നത് മൺറോത്തുരുത്താണ് കേട്ടോ. മൺറോത്തുരുത്ത് വന്നത് വെച്ചാൽ ബോട്ടിങ്ങിന് പോകാനാണ്. ബോട്ടിങ്ങിന് പോകാൻ വന്നപ്പോൾ വേണ്ടേ ബോട്ടില്ല. അങ്ങനെ നേരെ വള്ളമാണ് നല്ലത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ കയാക്കിങ് വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു വള്ളത്തിന് ജാക്കറ്റിടുമ്പോൾ എന്തോ ഒന്നാമത് ചൂടുണ്ടായിരുന്നു. വൈകുന്നേരം ആയാലും നല്ല ചൂടാണ്. നമ്മൾ നേരെ ഫസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാ വള്ളങ്ങളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫോട്ടോഷൂട്ടായിട്ടാണ് ഇവരെല്ലാവരും നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ് കായലിൽ കൂടെ തുഴഞ്ഞ് നമ്മൾ നേരെ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് ആ സ്ഥലം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നിൽക്കാനും ഇറങ്ങി നിൽക്കാനും കുറേ പേര് പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കറങ്ങി വെള്ളം എടുത്ത് കറങ്ങിക്കൊണ്ട് വരാം. ഞാൻ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടുന്ന് അവരെല്ലാം ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. വള്ളം കറക്കി എടുത്തുകൊണ്ട് വരാൻ നോക്കി ചേട്ടൻ. തുഴഞ്ഞ് സൈഡിൽ കൂടെ വരാം. അതാണ് നമ്മളിങ്ങോട്ട് ജസ്റ്റ് നീങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കനാൽ, അതായത് ഒരു കനാൽ റോഡിലോട്ട് കയറി. അതായത് ഇവിടെ കനാൽ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ വരുന്ന സ്ഥലമാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഇതൊക്കെ കരിമീൻ്റെ ഇതാണ് കേട്ടോ. കരിമീൻ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വലയിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. ചെമ്മീൻ കെട്ട് ഇവിടെ എല്ലാം അത് കുറച്ച് അങ്ങാണ്. പക്ഷേ ഇത് കരിമീൻ്റെയാണ്. ഇവിടെ കരിമീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പാലത്തിനടിയിൽ കൂടെ നേരെ കുറേ ഫോട്ടോഷൂട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാനാണ് കേട്ടോ. ചില പാലത്തിനടിയിൽ കൂടെ വരുമ്പോൾ നമ്മൾ താഴത്ത് വള്ളത്തിലിരിക്കേണ്ടി വരും. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇരുന്നാലും തട്ടത്തില്ല. കാരണം അത്യാവശ്യം പൊക്കമുള്ള പാലമാണ്. ആ റോഡ് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അവിടുന്ന് വലത്തോട്ട് പട്ടംതുരുത്ത്, പേഴുംതുരുത്ത് അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ കായലിലോട്ടാണ് ഇറങ്ങുന്നത്. എല്ലാ വള്ളങ്ങളും ഇങ്ങോട്ട് അങ്ങനെ വരത്തില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. കുറച്ച് പേരെ ഇങ്ങോട്ട് വരും. ഇവിടെ ഫോട്ടോ ഷൂട്ടിന് പറ്റിയ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാലത്തിനടിയിൽ കൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് പടപ്പക്കര അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പെരുമൺ. അപ്പോൾ നമ്മൾ അതിന് അടുത്തോട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ പാലത്തിനടിയിൽ കൂടെ ഇടത്തോട്ട് പോകും. നമ്മൾ കുറച്ച് കൊക്കൊക്കെ മീൻ പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒക്കെ എന്തോ നല്ല ശ്രമം നടത്തി കിടക്കുക. നമ്മളങ്ങനെ ആ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. അത് പാലത്തിനടിയിൽ ഇറങ്ങിയിട്ട് സൂം ചെയ്ത് നോക്കിയാണ് ഗൈസ്. തന്നെ ഇവിടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇതിനിടയിലോട്ട് കയറ്റി ഇരുത്തി അവന് മേളിൽ കയറിയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് പോയി ഒരു 5-10 മിനിറ്റ് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. കാരണം മഴക്കോൾ വരുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നപ്പോഴല്ലേ ഒരു സെറ്റ് ചെയ്തു. അതിൻ്റെ കുറേ കയാക്കിങ് വന്നതാണ്. കയാക്ക് ചെയ്ത് കുറേ പേര് വരുന്നു. അവർ പോയി അവർക്ക് ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കുന്ന വെള്ളം ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കും. അപ്പോൾ കുറേ പേരിങ്ങനെ അപ്പോൾ കുറേ കയാക്കിങ് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പാലത്തിനടിയിൽ നമ്മൾ കണ്ടൽക്കാടിനിടേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു വെള്ളം വന്നാൽ നമ്മൾ കയറുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കും. അപ്പോൾ ആ കണ്ടൽക്കാടിനിടയിൽ കൂടെ നമ്മൾ നേരെ ഇപ്പം കായലിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കായലിൽ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കുറേ നോക്കുമ്പോൾ കണ്ടെത്താൻ ദൂരത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അടുത്തൊരു കണ്ടൽക്കാടിനിടയിലോട്ട് പോയി കയറിയിട്ടുണ്ട് ഗൈസ്. ആ കുറേ നമ്മൾ ചെറിയ ഇടവഴി പോലെയാണ് കേട്ടോ. അതിൽ കൂടെ നേരെ വന്നിറങ്ങുന്ന നമ്മൾ ഫസ്റ്റ് കയറിയ പോയിൻറ്റിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഒരു മഴക്കോളിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ടാണ്. നല്ല ഈവനിങ് ടൈം ആണെങ്കിൽ നല്ല സൂര്യൻ്റെ ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വണ്ടി ബൈക്കൊക്കെ നിർത്തി പാലത്തിൻ്റെ മേലെ കയറി. ആ പാലത്തിനടിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തല താക്കണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ പോയിൻറ്റിലോട്ടാണ് കേട്ടോ ഗൈസ്.
അവിടെ സൈഡിലെല്ലാം വള്ളങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ ഓരോരുത്തരുടെയും ടേൺ അനുസരിച്ചാണ്. നമ്മൾ ഫസ്റ്റ് അവിടെ കയറി നിന്നില്ല, അവിടെ പോയി നമ്മൾ ഓരോ വള്ളം ബുക്ക് ചെയ്ത് വരുമ്പോൾ ഇവർ ഓരോരുത്തരുടെയും ടേൺ അനുസരിച്ചാണ്. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഫസ്റ്റ് കിടക്കുന്ന കണക്കാണ്. പിന്നെ ഈ ചേട്ടൻ്റെ ടേൺ വരുന്നത് വരെ ചേട്ടൻ റെസ്റ്റ് ചെയ്യും. കാരണം സീസൺ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അല്ലെ 47 വള്ളമുണ്ട്, അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് പുള്ളിക്ക് കിട്ടുന്നത്. അല്ലെ നമ്മൾ പുള്ളിയെ നേരിട്ട് വിളിച്ച് പറയണം. അപ്പോൾ പുള്ളിക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ആരെങ്കിലുമൊക്കെ മൺട്രോത്തുരുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ആ ചേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലോട്ട്, അതായത് വള്ളം ഒതുക്കാൻ പോവാണ്. 1-2 വള്ളം ഒതുക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കാരണം അവിടെ നിന്ന് ആളിറങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. സൈഡെല്ലാം വള്ളങ്ങളൊക്കെ കിടക്കുന്ന അടിപൊളി ഒരു മഴയുടെ ഒരു അന്തരീക്ഷം നിൽക്കുന്നുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നല്ല വെട്ടം കിട്ടിയാൽ ഈ ഈവനിങ് ടൈം അടിപൊളിയാണ് കേട്ടോ. മൺട്രോത്തുരുത്ത് ഒരു പ്രത്യേക ഫീലാണ്. പറ്റുന്നവരൊക്കെ പോയി, ഇപ്പം നല്ല സീസൺ തുടങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിരിക്കും. എല്ലാവരും ഈ നമ്മുടെ കൊല്ലത്തുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൊല്ലക്കാർക്കല്ല, ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ബൈ. നമ്മൾ മഴയൊക്കെ വരുന്നുണ്ട്, നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കാർ അങ്ങ് ഒതുക്കിയിരിക്കുന്നത് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ പോകാം. മഴയായതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.